എൻ്റെ പേര് അസീം എന്നാണ്. ഞാൻ അലമൺ പഞ്ചായത്തിലെ കടവറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതെൻ്റെ ഉമ്മയാണ്. നമ്മളെ വീടിന് ഓപ്പോസിറ്റ് ഇല്ലീഗലായിട്ടൊരു സിമെൻറ്റ് ബ്രിക്ക് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 2015 നിയമപ്രകാരം 25 മീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ വീടുകളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ ഈ സ്ഥാപനം അതിന് മുമ്പേ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഗ്രാൻഡ് ഫാദർ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് അതിനുശേഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2024 സെപ്റ്റംബറിൽ ഈ ഓണർ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് സറണ്ടർ ചെയ്യും. അത് പ്രകാരം പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അന്ന് തന്നെ പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ ക്ലോസ് അവിടെ അവസാനിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അതെന്ന് പറഞ്ഞാൽ അവിടെ ഇയാൾ ഇല്ലീഗലായിട്ട് സ്ഥലം കയ്യേറി ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കണം. അപ്പോൾ ഈ ഇത്രയും പൊല്യൂഷനുള്ള സ്ഥലത്തോട് ചേർന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ DMO വന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ ഓണർ പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനം നിർത്തുകയാണ്, യൂണിറ്റ് നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് റദ്ദ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം DMO പോയിട്ട് വീണ്ടും വന്നപ്പോഴത്തേക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്തതിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ റെസ്റ്റോറൻറ്റ് ലൈസൻസ് കിട്ടും. അത് കഴിഞ്ഞപ്പം ഇങ്ങനെന്ത് ചെയ്യുന്നു വെച്ചാൽ വീണ്ടും പോയി ലൈസൻസിന് അപ്ലൈ ചെയ്തു. അപ്പം അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ പഴയ യൂണിറ്റിന് കിട്ടിയ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് പുതിയ സ്ഥാപനത്തിൽ ലൈസൻസ് കിട്ടുന്നത്. അപ്പം നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞു, ഇത് പാടില്ല, പുതിയതായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടക്കാനേ പാടില്ല, അങ്ങനെ ചെയ്യണമെന്ന് പുതിയ സ്ഥാപനത്തിന് വേണ്ടിയുള്ള എല്ലാ നിയമ ഇതും എടുക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുതിയ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റർ എടുക്കണം, അല്ലാതെ പഴയ സ്ഥാപനത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കൺസെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഇത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, ഞാൻ ലൈസൻസ് കൊടുത്തു, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ കൊണ്ട് സ്റ്റേ പിടിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, നിങ്ങളാണ് ഈ അന്യായം തടയേണ്ടത്, കാരണം ഈ രേഖകൾ നോക്കിയിട്ട് പുതിയ സ്ഥാപനം തുടങ്ങാൻ പുതിയ നിയമപ്രകാരമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും ഇത് ചെയ്യാത്തത് കാരണം നമ്മൾ കേസ് കൊടുത്തു, ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഈ പഞ്ചായത്തിനാണെന്നുണ്ടെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡിംഗ് കൗൺസിലുള്ളതുകൊണ്ട് അവരുടെ ഭാഗം കേട്ടിട്ടേ സ്റ്റേ കിട്ടത്തുള്ളൂ, വിധി വരത്തുള്ളൂ. അപ്പോൾ സ്റ്റേ നമുക്ക് ഉടനെ കിട്ടില്ല. അങ്ങനെ അത് പ്രകാരം ഇത് ചെയ്തപ്പം പൊല്യൂഷൻ്റെ ഹിയറിങ്ങിന് വെച്ചു. പൊല്യൂഷൻ്റെ ഹിയറിങ് വെച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. അത് ആ സമയമായപ്പോഴത്തേക്കും ഈ യൂണിറ്റ് അടച്ചു. അപ്പോൾ കേസ് അവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു, അതൊരു അബേൻസിൽ കിടക്കുകയായിരുന്നു. അത് അടച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അതങ്ങനെ നിൽക്കും. അപ്പോൾ വീണ്ടും ഈ വർഷമായപ്പോഴത്തേക്ക് വീണ്ടും അത് മാർച്ചായപ്പോൾ വീണ്ടും തുറന്നു. ആ പ്രവർത്തനം തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ആ കേസ് അർജൻറ്റ് ഹിയറിങ്ങിന് വെച്ചിട്ട് അഡ്വാൻസ് ചെയ്ത് കേസ് എടുത്തു. അപ്പം കോടതിയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഹിയറിങ്ങിന് പഞ്ചായത്തും ഇപ്പോൾ പൊല്യൂഷനും ഇപ്പോൾ റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞ നൈനാം വർഗീസിൻ്റെ അഡ്വക്കേറ്റ് അവർ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാത്രമേ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പഞ്ചായത്തും ഫയൽ ചെയ്തില്ല, ഈ പറയുന്ന റെസ്പോണ്ടൻറ്റിൻ്റെ ഈ ഓണറിൻ്റെ അഡ്വക്കേറ്റും ഫയൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹിയറിങ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അപ്പം പഞ്ചായത്ത് ഈ ഓണറിൻ്റെ അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞു, 1 മാസം സമയം വേണം ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യണമെന്ന്. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചു. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുവരെയും സ്റ്റേ ഓർഡർ കിട്ടിയിട്ടില്ല, വിധിയും വന്നില്ലല്ലോ, വിധി വരുന്നവരെ അത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, ഈ അന്യായം നടക്കുന്നു, കാരണം ഇപ്പോൾ പഴയ കൺസെൻറ്റ് വെച്ചിട്ട് പുതിയ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. നിങ്ങൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഇതിന് വിധി വരാത്തയോ സ്റ്റേ ഓർഡർ കിട്ടാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിക്കുക, അല്ലെങ്കിൽ വിധി വരുന്നവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഞാനും ഉമ്മയും അവിടെ പോയി സമരം വരും. അപ്പം അവർ പറഞ്ഞു സ്റ്റേ ഓർഡർ കിട്ടി, പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു സ്റ്റേ ഓർഡർ കിട്ടി, അല്ലാതെ പിന്നെ ഇതിൽ അതുവരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വരും, മുഖ്യമന്ത്രിക്ക് പരാതി വെച്ചിട്ട് ഞങ്ങളിവിടെ സമരം ഇരിക്കുന്നു. അങ്ങനെയാണ് സമരമായിട്ട് ഇവിടെ വന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും പോയിട്ട് ഇത് കൊടുത്തു. അവിടെ നിന്നൊക്കെ ഇത് പോയിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ സമരം ചെയ്തു. അപ്പോൾ അതുമായിട്ട് കണ്ടില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടൊരു സ്ഥാപനമാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ അറിയാം, പഴയ സ്ഥാപനത്തിൻ്റെ കൺസെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പുതിയ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ആ സ്ഥാപനം ഇങ്ങനെ ഒരു ഇല്ലീഗലായിട്ടൊരു സ്ഥാപനം സ്റ്റോപ്പ് ചെയ്യേണ്ട ആൾ തന്നെ ഇതിന് കൂട്ടി നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. പിന്നെ അവിടെ നടക്കുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്തിൽ പല ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഈ പാറപ്പൊടിയാണെങ്കിലും മെറ്റലും എല്ലാം കൊണ്ടുവരുന്ന സാധനം കൊണ്ട് അടിക്കുന്ന ഇവിടെയാണ്. ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടുന്ന് ചില്ലറ വിൽപ്പന നടക്കുകയും പിന്നെ ആ ഇത് ഉപയോഗിച്ചിട്ടാണ് ഒക്കെ അടിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. കാരണം ഇവിടുന്ന് ചില്ലറ ഇത്രയും സാധനങ്ങൾ ബൾക്കായിട്ട് കൊണ്ട് തട്ടിയിട്ട് ചില്ലറ വിൽപ്പന നടത്തുമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് അടച്ചു കിടന്ന സമയത്ത് പോലും അവിടെ കുറേ പണി നടക്കുന്നതിന് സിമെൻറ്റിൽ കുറേ സിമെൻറ്റ് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് അത് കുറേശ്ശെയായിട്ട് വിൽക്കുകയാണ്. എന്നിട്ട് അത് അത് കഴിഞ്ഞിട്ട് ഈ ഏപ്രിലിൽ അത് വീണ്ടും തുറന്നിട്ട് ഈ സിമെൻറ്റും ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് വീണ്ടും കട്ട് ചെയ്യും.
അപ്പം നമ്മൾ വീണ്ടും അവിടെ സമരം ചെയ്ത് ഒരു ദിവസം പോയി ഇരുന്നപ്പോഴത്തേക്കാണ് അത് വീണ്ടും അടഞ്ഞു പഞ്ചായത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഈ തിങ്കളാഴ്ച വീണ്ടും തുറന്നത്. എൻ്റെ ഒരു സംശയം, നിങ്ങളവിടെ ജനകീയ കൂട്ടായ്മ അങ്ങനെയൊന്നുമില്ലേ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ? അല്ല, അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇതിന് ചുറ്റും ഒരു 7 വീടുണ്ട്. അപ്പോൾ 7 വീടെന്ന് പറഞ്ഞാൽ നമ്മളെ വീടാണ് നേരെ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മുടെ വീടിന് നേരെ ഫ്രണ്ടിലാണ് ഇതിന് ഗേറ്റ് ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളവർ വിറ്റിട്ട് പോയി, അവിടെ വാടകക്കാരാണ്. നമ്മൾ തൊട്ട് താഴെയുള്ളത് അവിടെ അവർ വിറ്റിട്ട് പോയല്ല, അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ വേറെ സ്ഥലത്ത് മാറി. പിന്നെ ഈ പറഞ്ഞ ഈ ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്. ഇത് ഈ പുള്ളിയുടെ തന്നെ. അതിൻ്റെ താഴെ റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്, മുകളിൽ 2 ജീവനക്കാരും അല്ല മീൻസ് 2 വാടകക്കാരും ഇതാണ്. അപ്പോൾ ഈ വാടകക്കാരും എന്തായാലും സമരത്തിന് ഇറങ്ങില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഞങ്ങൾ 43 വർഷമായിട്ട് അവിടെ താമസിക്കുന്നത്. അത്രയും പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. ഇതൊരു കയറ്റത്താണ്. ഓൾറെഡി അവിടെ വണ്ടികൾ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൂടാഞ്ഞിട്ട് കട്ട അടിക്കുന്നതിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം. പിന്നെ വലിയ വണ്ടികളിൽ വന്ന് കയറ്റത്ത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യും. കുറേ പൊട്ടിപ്പൊളിഞ്ഞ് ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ആ കിഡ്നി പേഷ്യൻ്റാണ്. ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേക്ക് ഇട്ടിട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കുറഞ്ഞപ്പം ബെഡ് റെസ്റ്റിന് വേണ്ടി വീട്ടിലോട്ട് പോകും. വീട്ടിൽ ചെന്നപ്പോൾ ഈ കട്ടയടിക്കുന്നതിൻ്റെയും ഈ ലോഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ 115, 120 മുകളിലാണ് സ്ഥിരം ഹാർട്ട് ബീറ്റ് കൂടുന്നത്. അങ്ങനെ പ്രശ്നമായെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എല്ലാവർക്കും പരാതി അയച്ചതിന് ശേഷം ഞാനിവിടെ നേരെ എറണാകുളത്ത് പോയി 1 വർഷം അവിടെ പോയി താമസിച്ചു. അപ്പോൾ ഇത് പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പം വീണ്ടും ഈ അപ്പോൾ പിന്നെ നമുക്കവിടെ താമസിക്കണ്ടേ. അപ്പോൾ ഈ സ്ഥാപനം ഇങ്ങനെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊല്യൂഷൻ ഈ പ്രശ്നങ്ങൾ പിന്നെ അത് കൂടാതിട്ട് ഉമ്മ ആണെങ്കിൽ സ്ഥിരം ഈ സൗണ്ട് കേട്ടിട്ട് ഈ സൗണ്ട് സെൻസിറ്റിവിറ്റി വന്നിട്ട് ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഇപ്പം സഹിക്കാൻ പറ്റാത്ത സൗണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ പൊടിയുടെ പ്രശ്നം, അവിടെ നല്ല കാറ്റുള്ള ഏരിയ. ഇത്രയും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് നിയമവിരുദ്ധമായിട്ട് ലൈസൻസ് കൊടുത്തു. പിന്നെ ഭൂമി പഞ്ചായത്തിൻ്റെ അവിടെ ചെറുതോടുണ്ടായിരുന്നു. ആ ചെറുതോട് നികത്തിയിട്ടാണ് ഇയാൾ ബിൽഡിങ് വന്നത്. അപ്പോൾ അതിനെതിരെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി പറയുമ്പോൾ അത് ഭൂരേഖ തഹസീൽദാരാണ് നോക്കേണ്ടത്. ഇത് സംരക്ഷണ പൊതുസ്വത്ത് സംരക്ഷിക്കുന്ന ആളാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി തോട്. അപ്പോൾ അത് കയ്യേറിയിട്ട് പണിഞ്ഞപ്പോഴത്തേക്കും അത് ഭൂരേഖ തഹസീൽദാറിനാണ്. പഞ്ചായത്തും ഈ ഈ നടത്തുന്ന ആളും അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പിൻബലം ഉണ്ടോ അവർക്ക്? രാഷ്ട്രീയ പിൻബലം കറക്റ്റ് കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് അടയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പിൻബലമുണ്ടോ? ഭരണകക്ഷി പ്രതിപക്ഷമായിരുന്നോ? ഇതിന് തൊട്ട് മുമ്പ് പിന്നെ LDFന്റെ ഭരണസമിതിയായിരുന്നു. ഇപ്പോൾ UDFന്റെ ഭരണസമിതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ 1-2 കൗൺസിലർമാർ ഈ പറയുന്ന വാർഡ് മെമ്പേഴ്സ് ഇയാളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിച്ചിട്ട് വരുന്നത് അതുവരെ ഇതാക്കുക. അപ്പം എന്തോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ 1-2 പേർക്ക്. അതുകൊണ്ടാണ് ഇത് തന്നെ. അപ്പം ബാക്കിയുള്ള കുറേ പേര് എന്തായാലും അതുവരെ അടച്ചിട്ട് എന്ന തീരുമാനമാണ് ഭൂരിപക്ഷം പേരും എടുത്തത്. പക്ഷേ അതിൽ 2-3 പേര് ഇതിനെതിരെ ഒബ്ജക്റ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കട്ടെ, സ്റ്റേ ഓർഡർ വരുന്നവരെ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിലൊന്നും പോയില്ലേ? മനുഷ്യാവകാശം നമ്മൾ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ LSDDയുടെ മുകളിലോട്ടുള്ള ആൾക്കാർക്കും ഡയറക്ടർ LSDDക്കും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇപ്പോൾ പുതിയ മിനിസ്റ്റർക്കും LSDയുടെ മിനിസ്റ്റർക്കും എല്ലാവർക്കും പരാതി അയച്ചു. ഹൈക്കോടതി കേസ് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരില്ല, അപ്പം അടയ്ക്കാം. അതെന്ത് പരിപാടിയാണ്? ഇല്ലീഗലായിട്ടുള്ളൊരു ഓപ്പറേഷനാണെന്ന് സെക്രട്ടറിക്ക് തന്നെ അറിയാം. അപ്പം പഴയ കൺസെൻറ്റ് വെച്ചിട്ട് പുതിയ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കൂട്ടു നിൽക്കുന്നു. പുള്ളി പറയണമെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഹിയറിങ്ങിന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഴയ സ്ഥാപനത്തിൻ്റെ കൺസെൻറ്റ് 2028 വരെ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ സ്ഥാപനത്തിൽ ലൈസൻസ് കൊടുക്കുകയോ റിന്യൂ ചെയ്യുകയോ നടക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിന് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത്. അത് കോടതി സബ്മിറ്റ് ചെയ്തതിൻ്റെ കോപ്പി വരെ ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറക്കാന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് വീണ്ടും അടച്ചതാണ്. അപ്പോൾ വീണ്ടും ഇപ്പം തുറന്നിട്ട് ഇപ്പം പറയുക ഇത് വിധി വരുന്നത് വരെ അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ കിട്ടുന്നത് വരെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ഉമ്മായി ഇത് സഹോദരങ്ങളൊന്നുമില്ല നിങ്ങൾക്ക്? ഒരു അനിയനുണ്ട്. അപ്പം അനിയൻ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പം അവന് പണിയുള്ളതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല കാലം മുറിഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ വിവാഹിതന കുട്ടികളല്ലോ ഇല്ലില്ല കല്യാണം കഴിച്ചത്. ഉമ്മാക്ക് 2 മക്കളുള്ള? അല്ലല്ല 3 പേരുണ്ട്. ചേട്ടൻ ഫാമിലി ആയിട്ട് ബിസിനസ്സും ഉണ്ട്. നിങ്ങൾ സമരം വിജയിക്കട്ടെ. മാക്സിമം വാർത്ത എത്തിക്കാം. ഓക്കെ.